ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസിന് ഞാൻ ശംഖുപുഷ്പം ഉണങ്ങി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഉണങ്ങിയ ശംഖുപുഷ്പം നമ്മൾ തിളപ്പിച്ച് അതിൽ നിന്ന് ജ്യൂസാക്കി എടുത്ത് വെച്ചു. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടിന് പറ്റിയ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ. ഇത് നല്ലതാണ്, ഈ ചൂടിന് എപ്പോഴും നല്ലതാണ്. ഇത് ഷുഗറുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുതിനയില. ഇതെൻ്റെ സ്വന്തം തോട്ടത്തിലെ പുതിനയിലയാണ്. പുതിനയില. ഇനി ഈ കുറച്ച് പഞ്ചസാരയും കൂടെ. പഞ്ചസാര അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര മതി. 2 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ഈ ജ്യൂസും കൂടിയാണ് മിക്സ് ചെയ്യണേ. ഇത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരണം. ഈ നാരങ്ങാ നീരും കൂടെ ഇതിനകത്ത് ചേർക്കായിരുന്നു ആദ്യമേ, പക്ഷേ നാരങ്ങാ നീര് ചേർക്കാതെ ഞാൻ ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നാരങ്ങാ നീര് ചേർക്കുമ്പോൾ ഇതിനൊരു പർപ്പിൾ കളർ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അത് കാരണം നാരങ്ങാ നീര് ചേർക്കാതെ ഇതൊന്ന് അടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. ഇത് ശരിക്കും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തു. കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി കൂടെ നമ്മൾ ലൂസാക്കി എടുത്തു. ഇനി അത് ജ്യൂസാക്കി. ഇത് നാരങ്ങ വെള്ളം ചേർക്കാത്തത്. ഇത് നാരങ്ങാ നീര് ചേർക്കാൻ പോവുകയാണ്. കളറൊക്കെ മാറി വരുന്നുണ്ട്. നാരങ്ങ വെള്ളം ചേർക്കുമ്പോൾ ഈ പർപ്പിൾ കളർ കിട്ടും. ഇതിൽ കസകസ കുതിർത്തി വെച്ചേർന്നാണ്, അതൊരു 2 സ്പൂൺ ഇടണം. ഇതിലും അതുപോലെ തന്നെ. പിന്നെ ഐസ് ക്യൂബ് ആവശ്യത്തിനുള്ളത്. നമ്മുടെ സ്വന്തം പുതിനയില. നന്നായിട്ട് ഇളക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഡ്രിങ്കാണ്. രണ്ട് ഡ്രിങ്ക്സ്. ഒന്ന് നാരങ്ങാ നീര് ഒഴിച്ചതിന് ഒരു പർപ്പിൾ കളറും, നാരങ്ങാ നീര് ഒഴിക്കാത്തതിന് ശരിക്കും ശംഖുപുഷ്പത്തിൻ്റെ ആ കളർ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഈ ചൂടിന് ഏറ്റവും നല്ലത് കുടിക്കാൻ. ഷുഗറുകാർക്കും എല്ലാം കുടിക്കാം. കുടിച്ചു നോക്കട്ടെ ഒന്ന്. സൂപ്പറാണ്.